എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിയറ്റ്നാമേറിൽ പ്ലാവിൽ ചക്ക ഉണ്ടായി കിടപ്പുണ്ട്. അതൊരെണ്ണം പറിച്ച് നമുക്ക് ടേസ്റ്റിയായ ചക്ക ബിരിയാണി ഉണ്ടാക്കാം. അതിനു മുമ്പ് 1 കിലോ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. എല്ലോട് കൂടിയ പീസാണ് എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കാം. ചക്ക വെട്ടി വൃത്തിയാക്കി വരുമ്പോഴേക്കും ഫ്രിഡ്ജിലിരുന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്ക് ചക്ക മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. നല്ല മൂത്ത ചക്കയാണ്. കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു മുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്കൊരു 4 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി അല്ലി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ സ്റ്റീമൊക്കെ കേട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് തേങ്ങ വറുക്കുന്നതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തേങ്ങ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അതിലേക്ക് ഗരം മസാല, 2 തക്കോലം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്, 2 ഏലക്ക, 4 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. അതിലേക്കൊരു 4 ചുവന്നുള്ളിയും 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. സവാള പെട്ടെന്ന് മൂക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. സവാളയെല്ലാം മൂത്ത് വന്നു. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചക്കയും 1 കിലോ ചിക്കനുമാണ് ഉള്ളത്. അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. തുറന്ന് നോക്കാം. നന്നായി തിളച്ച് കുറുകി വന്നു. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റും കൊണ്ട് കഴിയുമ്പോൾ ചക്ക ബിരിയാണി റെഡിയാവും. തേങ്ങ പൊടിച്ച ബൗളിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി ആവി വരട്ടെ. മൂടി വെക്കാം. തുറന്ന് നോക്കാം. ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കി അല്പം ഉപ്പ് കൂടെ കുറവുണ്ട്, ഉപ്പ് ചേർത്തു. ഇനി ലാസ്റ്റ് നമ്മൾ തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചത് ഇവിടെ ചേർത്ത് കൊടുക്കാം.
തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും വിതറി നന്നായി ഒന്ന് ഇളക്കി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയിലേക്കൊക്കെ മസാലയും കൂടെ പിടിക്കട്ടെ. മൂടി വെക്കാം. തുറന്ന് നോക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തു. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 2-3 ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കടുക് വറുത്തിടാം. ടേസ്റ്റൊക്കെ നോക്കി വളരെ ടേസ്റ്റിയായി ചക്ക ബിരിയാണി റെഡിയായി. ഇനി ലാസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെച്ച സവാള ഫ്രൈ ഒന്ന് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. കപ്പ ബിരിയാണിയേക്കാൾ ടേസ്റ്റാണ് ഈ ചക്ക ബിരിയാണി. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. തുറന്ന് നോക്കാം. ചക്ക ബിരിയാണിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് വിളമ്പി കഴിക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ. നിങ്ങളും ഇതുപോലെ ഒരു പ്രാവശ്യം ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.